നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുക എന്നത് ഇപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ലക്ഷ്യം മാത്രമാണെന്നും ഒന്നാമത്തെ ലക്ഷ്യം കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കുക എന്നതാണെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ സൈന്യത്തിനാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നതിനിടയിലാണ് എണ്ണ വിതരണത്തിലെ തടസ്സങ്ങൾ വിളിച്ചോതുന്ന പ്രതികരണങ്ങളും USന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് വാൻസ് മുൻഗണന മാറിയ കാര്യം വെളിപ്പെടുത്തിയത്. അമേരിക്കക്കാർക്ക് കുറഞ്ഞ വിലയിൽ പെട്രോൾ ലഭ്യമാക്കുക എന്നതിനാണ് തങ്ങളിപ്പോൾ മുൻഗണന നൽകുന്നത്. ആണവായുധം സ്വന്തമാക്കുന്നതിൽ നിന്നും ഇറാനെ തടയുക എന്നത് രണ്ടാമത്തെ മുൻഗണനയാണ് എന്നും വാൻസ് പറഞ്ഞു. ഇത് രണ്ടും തങ്ങൾ സ്വന്തമാക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങൾക്ക് സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ എത്താതിരിക്കുക എന്നത് മാത്രമാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങിയതിന്റെ പ്രധാന ഉദ്ദേശമെന്നാണ് ട്രംപ് നേരത്തെ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. യുദ്ധത്തിൽ ഹോർമുസ് പ്രധാന ആയുധമായി ഇറാൻ പ്രയോഗിച്ചതോടെ USന് ചുവട് മാറ്റേണ്ടി വന്നതായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാൻ US യുദ്ധം കൂടുതൽ വഷളാകുന്നതിനിടയിൽ ഹോർമുസ് കടലിടുക്കിനെ അമേരിക്കൻ ടെറിട്ടറിയാക്കുമെന്ന വിവാദ പ്രസ്താവനയുമായി ഡൊണാൾഡ് ട്രംപ്. ശക്തമായ മറുപടിയുമായി ഇറാനും. ഹോർമുസ് തുറക്കണോ അടയ്ക്കണോ എന്നത് ഇറാൻ തീരുമാനിക്കുമെന്നും അമേരിക്ക തോൽവി സമ്മതിക്കുന്നതനുസരിച്ചായിരിക്കും തീരുമാനമെന്നും ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗാരിബാബാദി പറഞ്ഞു. ഇതിനിടയിൽ അമേരിക്കൻ ഉപരോധത്തിൽ ബുദ്ധിമുട്ടുന്ന ഇറാൻ ബ്രിക്സ് രൂപീകരിച്ച ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗത്വം നേടാനുള്ള നീക്കവും തുടങ്ങി. ബ്രിക്സ് ബാങ്ക് അംഗത്വത്തിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും വായ്പ ലഭിക്കുന്നതിലൂടെ സാമ്പത്തിക ആശ്വാസം നേടാനാകുമെന്നാണ് ഇറാന്റെ പ്രതീക്ഷ. സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പങ്കെടുക്കും. ജർമ്മനിയിൽ നിന്നും അഭയാർത്ഥികളെ ഡബ്ലിൻ വ്യവസ്ഥകൾ പ്രകാരം തിരിച്ചയക്കാനുള്ള നീക്കത്തിന് തിരിച്ചടി. ജർമ്മനിയിൽ നിന്ന് നാടുകടത്താൻ തീരുമാനിച്ച അഭയാർത്ഥികളെ തിരിച്ചെടുക്കുവാൻ ഇറ്റലിയിലെ ജോർജിയ മെലോണി സർക്കാർ വിസമ്മതിച്ചു. ഇതോടെ യൂറോപ്യൻ യൂണിയന്റെ പുതിയ അഭയാർത്ഥി നയത്തെ ചൊല്ലി ജർമ്മനിയും ഇറ്റലിയും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. ഓഗസ്റ്റ് 19 ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിലേക്ക് മാറ്റാൻ നിശ്ചയിച്ചിരുന്ന 3 അഭയാർത്ഥികളുടെ കൈമാറ്റമാണ് ഇറ്റലി നിരസിച്ചത്. ഇറ്റലി വഴി യൂറോപ്യൻ യൂണിയനിൽ പ്രവേശിക്കുകയും പിന്നീട് ജർമ്മനിയിലുള്ള ബന്ധുക്കളുടെ അടുത്തേക്ക് എത്തുകയും ചെയ്ത 22 വയസ്സുള്ള സൊമാലിയൻ യുവതി ഉൾപ്പെടെയുള്ളവരുടെ കേസാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ജൂൺ 12 പ്രാബല്യത്തിൽ വന്ന യൂറോപ്യൻ യൂണിയന്റെ പുതിയ കുടിയേറ്റ അഭയ കരാർ അനുസരിച്ച് യൂറോപ്പിൽ ആദ്യമെത്തിയ രാജ്യത്തേക്ക് അഭയാർത്ഥികളെ തിരികെ അയക്കാൻ പൂർണ്ണ നിയമസാധുതയുണ്ട് എന്നാണ് ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. സൊമാലിയൻ യുവതിയുടെ കേസിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഇറ്റലി മറുപടി നൽകാതിരുന്നാൽ ഡബ്ലിൻ നിയമപ്രകാരം അഭയാർത്ഥികളെ സ്വീകരിക്കാൻ സമ്മതിച്ചതായാണ് ജർമ്മനി വിലയിരുത്തിയത്. മറ്റ് EU രാജ്യങ്ങളിൽ ആദ്യമെത്തിയ 10,000-കണക്കിന് അഭയാർത്ഥികളാണ് നിലവിൽ ജർമ്മനിയിൽ കഴിയുന്നത്. 2025 ജർമ്മനി സമർപ്പിച്ച 35,900 കൈമാറ്റ അപേക്ഷകളിൽ 23,900 എണ്ണത്തിന് മാത്രമേ അനുമതി ലഭിച്ചിരുന്നുള്ളൂ. എങ്കിലും 5,370 പേരെ മാത്രമേ യഥാസ്ഥാനത്ത് തിരിച്ചയക്കുവാനും സാധിച്ചുള്ളൂ. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കുറഞ്ഞത് 2 പേർ മരിച്ചതായി US ജിയോളജിക്കൽ സർവേയും ഇന്തോനേഷ്യൻ അധികൃതരും അറിയിച്ചു. ഇതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകുകയും 100 ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. ദ്വീപിന്റെ വടക്ക് തീരത്ത് 68 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായാണ് പ്രഭവ കേന്ദ്രം. ആദ്യത്തെ ഭൂചലനത്തിന് ശേഷം അതേ പ്രദേശത്ത് ശക്തമായ തുടർചലനങ്ങളും ഉണ്ടായി. അതിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയ ചലനവും ഉൾപ്പെടുന്നു. സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷണ ഏജൻസി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. തുടർന്ന് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും 19 മുതൽ 30 സെന്റിമീറ്റർ വരെ സുനാമി തിരമാലകൾ ഉണ്ടായതായും അധികൃതർ അറിയിച്ചു. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.